ഇന്ന് നമുക്കേ അവൽ വെച്ചിട്ട് ഒരു ഉപ്പുമാവ് പോലെ ഒന്നുണ്ടാക്കി നോക്കിയാലോ. ഇതാ ഈ കട്ടിയുള്ള അവലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഒന്ന് കഴുകിയെടുക്കണേ. അതായത് ഇപ്പം ഞാൻ കട്ടിയുള്ള അവലാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ അരിപ്പ പാത്രമില്ലേ അതിനകത്ത് ഇട്ടിട്ട് അവലിട്ടിട്ട് ഒന്ന് വെള്ളം ഒന്ന് പൈപ്പിൻ്റെ ഇത് വെച്ചിട്ട് ഒന്ന് കഴുകിയെടുത്തു. അങ്ങനെ എടുത്ത് വെച്ചേക്കുന്ന അവലാണ് ഇത്. ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ചെറുനാരങ്ങ നീര്, ഇച്ചിരി കായപ്പൊടി, ഇച്ചിരി കടുക്, ഇതാ പൊട്ടുകടല, പിന്നെ നമ്മുടെ നിലക്കടല, ഇച്ചിരി കറിവേപ്പില, മല്ലിച്ചപ്പ്, ഒരു പച്ചമുളക്, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കൂടെ വേണേ. ഇതാ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്. നമുക്ക് എന്നാണെന്നറിയോ, കൊച്ചുങ്ങളൊക്കെ ഇനി സ്കൂളിൽ പോകുമ്പോഴത്തേനേ വീട്ടിൽ നിന്ന് പെട്ടെന്ന് മാറിക്കഴിയുമ്പോൾ 2 മാസം അവർ നന്നായിട്ട് ഫുഡൊക്കെ അടിച്ചിങ്ങനെ ഇരുന്നാൽ ചോറൊക്കെ ഉണ്ണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ കഴിച്ചോളൂ. എങ്ങനെ ഉണ്ടാക്കും നോക്കാവേ. ഇതാന്ന് നോക്കിയേ, അവലില്ലേ എടുത്ത് ഈ കഴുകി വെച്ചിരിക്കുന്ന അവലെ എടുത്ത് ഒരു പാത്രത്തിലോട്ടിട്ടു. അതിനകത്തോട്ട് തേങ്ങ, ക്യാരറ്റ് ഉണ്ടോ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതൊന്നും അങ്ങനെ ഒരു ചെറിയൊരു ആവികേറ്റമേ ഉള്ളൂ കേട്ടോ. കുറച്ചുപ്പ്, മിക്സ് ചെയ്ത് വയ്ക്കാം. പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പം പൊട്ടുകടല ഇട്ടു, നിലക്കടല. ഇതിപ്പോൾ രണ്ടും ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടതാ. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതൊന്നുമില്ല, കാഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇച്ചിരി ഇട്ടോ, ഏതെങ്കിലും ഒന്നിട്ടാൽ മതി. കുഞ്ഞ് കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, ഇച്ചിരി കറിവേപ്പില, ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ അവലില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ആവി കയറട്ടെ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു നുള്ള മഞ്ഞൾപ്പൊടി. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് ഒന്ന് അടച്ചിരുന്നൊന്ന് ആവി കയറിക്കോട്ടെ. നമ്മുടെ ഉപ്പുമാവ് ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിനകത്തിലെ ഒരു നുള്ള് കായപ്പൊടി ചേർക്കണേ. ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഈ ആവിയിൽ, ചെറിയ ആവിയിൽ അതങ്ങ് വെന്തോളൂ കേട്ടോ. അങ്ങനെയുള്ള ഒരു വേഗലേ ഉള്ളൂ. പച്ചക്കറിയൊക്കെ ഇനി വേറെ എന്തൊക്കെ ഇടാൻ പറ്റുമോ അതൊക്കെ ഇടാം കേട്ടോ. ഇനി ലാസ്റ്റ് ഒരു പരിപാടിയും കൂടി ഉള്ളേ. ഒരു മുറി നാരങ്ങയുടെ നീരാണേ, അതൊന്ന് ഒഴിച്ചു. 5 മല്ലിയില നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കഴിഞ്ഞു നമ്മുടെ പരിപാടി. അങ്ങനെ നമ്മുടെ അവൽ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അവൽ ഇഷ്ടമുള്ളവരൊക്കെ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം, നല്ല ഇഷ്ടമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിന് പോഹ എന്തൊക്കെയോ പേരൊക്കെ ഉണ്ടല്ലോ. നമ്മൾ വൈകുന്നേരമൊക്കെ ചായക്കടിയായിട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നല്ല, ഉണ്ടാക്കി കൊടുത്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കാം, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചു തന്നാണ്. പുതിയൊരു വീഡിയോ ഇട്ടാൽ വരുന്നതായിരിക്കും. ബൈ.